ഹൗ ടു ടീച്ച് മെഷീൻസ്. എങ്ങനെ മെഷീൻസിനെ പഠിപ്പിക്കാം? അപ്പം നമ്മൾ ഹ്യൂമൻസിനെ വ്യത്യസ്ത രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ മെഷീൻസിനെയും നമുക്ക് പല രീതിയിൽ ലേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇവിടെ ഒരു 3 ടൈപ്സ് ഓഫ് ലേണിങ്സ് ഉണ്ട്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഈ 3 ടൈപ്സ് ഓഫ് ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് മെഷീൻസിനെ പഠിപ്പിക്കുന്നത്. ഇതിൽ എന്താണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ, നമുക്ക് ടീച്ചർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും തന്നിട്ട് പഠിച്ചിട്ട് വരാൻ പറയുകയാണ്. പിറ്റേ ദിവസം സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ചോദിക്കുന്നു. നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ചാണ് പഠിച്ചത്. ടീച്ചർ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഒരുമിച്ചാണ് നമുക്ക് തന്നത്. അതുകൊണ്ടാണ് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് സെയിം ആൻസർ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്സും ഔട്ട്പുട്സും ഒരുമിച്ച് കൊടുത്തിട്ട് മെഷീൻസിനെ പഠിപ്പിക്കുകയാണ്. അതിനെയാണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും ഇമേജസ് പാസ് ചെയ്തിട്ട് മെഷീൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കിയായിരുന്നു എക്സാമ്പിള്. അപ്പം അതിൽ നമ്മൾ ഓരോ ഡോഗിനെയും ക്യാറ്റിനെയും അത് ക്യാറ്റാണ് ഡോഗാണ് എന്ന് ലേബൽ ചെയ്തിട്ട് ആ ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടിയായിരിക്കും മെഷീന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇനി അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് മാത്രമേ കൊടുക്കുള്ളൂ. നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കില്ല. നമ്മൾ ആകെ പാസ് ചെയ്യുന്നത് ഇൻപുട്സ് മാത്രമായിരിക്കും. അതിൽ നിന്നും അതിൻ്റെ ഒരു ഹിഡൻ പാറ്റേൺ ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഓതറിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈപ്പിൻ്റെ ബേസിസിലോ ഒക്കെ അതിനെ സമാനമായിട്ട് അല്ലെങ്കിൽ സെയിം ഗ്രൂപ്പ് ഒക്കെ ആക്കിയിട്ട് മാറ്റാനായിട്ട് പഠിക്കുന്നു. അതാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നടക്കുന്നത്. ഇനി എന്താണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്? ഇത് ഒരു പുതിയ രീതിയാണ്. മെഷീൻസ് എക്സ്പീരിമെന്റ് ചെയ്ത് ഓരോ ആക്ഷൻസിന് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ അതിന് സ്വയം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഗെയിംസിലൊക്കെ ഇതിന് ആവശ്യമായ മൂവ്സ് ചെയ്തിട്ട് റിവാർഡ് ഓർ പെനാലിറ്റി നേടിക്കൊണ്ട് ഏറ്റവും നല്ല മൂവ് കണ്ടെത്താൻ ശ്രമിക്കും. ഇങ്ങനെ കുറേ അധികം ട്രയൽ ആൻഡ് എററിലൂടെ കുറെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ചൂസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ എയിം എന്ന് പറയുന്നത് മാക്സിമം റിവാർഡ് കിട്ടുക എന്നുള്ളതാണ്. പെനാൽറ്റി കിട്ടുന്നതിനനുസരിച്ച് അതിന് മനസ്സിലാക്കാൻ സാധിക്കും എത്ര തെറ്റായിട്ടാണ് അത് മൂവ്മെന്റ് എടുത്തതെന്ന്. അപ്പൊ ബെസ്റ്റ് മൂവ്മെന്റ് ചൂസ് ചെയ്തിട്ട് ആ ഒരു കളിയിൽ ബെറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ രീതിയാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അത് ആ ഒരു എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കും കാര്യങ്ങൾ പഠിക്കുന്നതും ടീച്ചർ എക്സ്ട്രാക്ട് ചെയ്യുന്നതും. ഈ 3 രീതിയിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള ആൽഗോരിതംസ് അവൈലബിൾ ആണ്. ഈ ആൽഗോരിതംസിൽ ഏത് യൂസ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഒരു പ്രോബ്ലത്തിന്റെ ടൈപ്പാണ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്: ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ. ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്കറിയാം ഓൾറെഡി. ഡോഗ്സും ക്യാറ്റിന്റെയും ഇമേജസ് ഒക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡോഗ് ആൻഡ് ക്യാറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസിനെയാണ് ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ റിഗ്രഷൻ എന്തായിരിക്കും? റിഗ്രഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വാല്യൂസിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? അറിയുന്ന വാല്യൂസ് യൂസ് ചെയ്ത് അറിയാത്ത വാല്യൂസിനെ കണ്ടെത്തുക. ഈ ഓരോ പ്രോബ്ലംസിനെ ബേസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതംസും ഡിഫറെന്റ് ആയിരിക്കും.